പച്ച നിറമുള്ള കണ്ണുകളുള്ള മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ഒരാളിൻ്റെ കഥയാണ്, ലോജിക്കാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ദ്വീപുണ്ടായിരുന്നു. ആ ദ്വീപിലാണ് ബ്രിട്ടീഷുകാർ കുറേ തടവുകാരെ പാർപ്പിച്ചിരുന്നത്. ഈ തടവുകാർക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ എല്ലാവരുടെയും കണ്ണുകളുടെ നിറം പച്ചയായിരുന്നു. കൃഷ്ണമണിയുടെ നിറം പച്ച നിറത്തിലായിരുന്നു. അവിടെ ഒരു അലിഖിത നിയമം കൂടെ ആ ദ്വീപിലുണ്ടായിരുന്നു. ആ ദ്വീപിലുള്ള ഒരാളും പരസ്പരം സ്വന്തം കണ്ണുകളുടെ നിറങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുകയോ മറ്റുള്ളവർക്ക് അവരുടെ കണ്ണിൻ്റെ നിറം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവരവരുടെ മുഖം കാണാൻ കഴിയുന്ന തരത്തിലുള്ള കണ്ണാടികളോ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു തരത്തിലുള്ള വസ്തുക്കളോ ആ ദ്വീപിലുണ്ടായിരുന്നില്ല. തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഈ ദ്വീപിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് കൊന്നുകളയാമെന്ന് അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ ഒരാൾ വിചാരിക്കുന്നു. എന്നാൽ ഇവരോട് ദയ തോന്നിയ ഒരു സൈനികൻ പറയുന്നു, അവർക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കൊടുക്കണം, അവർ മനുഷ്യരാണ്, എന്തായാലും നമ്മൾ രാജ്യം വിട്ട് പോവുകയല്ലേ, അവരും ജീവിച്ചോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഓഫീസർ ഈ സൈനികനോട് പറയുന്നു, നിങ്ങൾക്ക് ആ ദ്വീപിലേക്ക് പോകാം, അതിൽ ഒരാളോട് മാത്രമായി നിങ്ങൾക്ക് ഒരു വാചകം പറയാം. ആ വാചകത്തിലൂടെ അവർ അവരുടെ കണ്ണുകളുടെ നിറം തിരിച്ചറിഞ്ഞ് അവരുടെ കണ്ണിൻ്റെ നിറം പച്ചയാണെന്ന് മനസ്സിലാക്കി കടൽത്തീരത്ത് വന്ന് അവിടെയുള്ള ബോട്ടുകാരനോട് അവരുടെ കണ്ണിൻ്റെ നിറം പച്ചയാണെന്ന് പറഞ്ഞാൽ അവരെ ദ്വീപിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് പറയുന്നു. പക്ഷേ നിങ്ങളൊരു ഗ്രൂപ്പിനോട് ഒരിക്കലും മൊത്തത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൻ്റെ നിറം പച്ചയാണ് എന്ന് പറയാൻ പാടില്ല. ഒരാളോട് മാത്രമേ പറയാൻ പാടുള്ളൂ. ആ ആളിലൂടെ എല്ലാവരും വിവരം മനസ്സിലാക്കി രക്ഷപ്പെടുകയാണെങ്കിൽ അങ്ങനെ, ഒരാൾ മാത്രമാണ് രക്ഷപ്പെടുന്നതെങ്കിൽ അങ്ങനെ. പക്ഷേ 100 ദിവസത്തിനുള്ളിൽ ഈ മുഴുവൻ ആൾക്കാരും അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കണം, ഇല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ എല്ലാവരെയും കൊല്ലും എന്ന് പറയുന്നു. ഈ സൈനികൻ ദ്വീപിലേക്ക് ചെല്ലുകയും ആ ദ്വീപിലെ ആൾക്കാരെയൊക്കെ കാണുകയും ആൾക്കാരോട് അയാൾ ഒരു വാചകം പറയുകയും ചെയ്തു, നിങ്ങളിൽ ഒരാളുടെ കണ്ണുകളുടെ നിറം പച്ചയാണ് എന്നാണ് ഇയാൾ പറഞ്ഞ വാചകം. എന്നിട്ട് അവർക്കൊരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഈ പച്ച നിറമുള്ള കണ്ണുകളുള്ള ആളിന് ഈ ദ്വീപ് വിട്ട് രക്ഷപ്പെട്ടു പോകാം, നിങ്ങളുടെ കണ്ണിൻ്റെ നിറം കടപ്പുറത്തുള്ള ബോട്ടിലിരിക്കുന്ന ആളോട് ചെന്ന് പറഞ്ഞാൽ അയാൾ നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും എന്ന് പറയുന്നു. അപ്പോഴാണ് ആൾക്കാർ കണ്ണുകളിലേക്ക് നോക്കുവാൻ തുടങ്ങിയത്. നേരെ നിൽക്കുന്ന ആളിൻ്റെ കണ്ണിൻ്റെ നിറം പച്ചയാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി അയാൾ അടുത്ത ദിവസം രക്ഷപ്പെട്ടു പോകുമല്ലോ, എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ എന്ന ചിന്തയുമായി ഈ ആൾക്കാർ മടങ്ങിപ്പോകുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ആ ദ്വീപിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെട്ടു പോയിട്ടില്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നു. കാരണം നേരെയുള്ള ആളിൻ്റെ കണ്ണ് പച്ച നിറത്തിൽ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നത് തങ്ങളുടെ കണ്ണ് പച്ച നിറമല്ല, വേറെ ഏതോ നിറത്തിലുള്ള കണ്ണുകളാണ് തങ്ങൾക്കുള്ളത് എന്നാണ്. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. ഇവർ നോക്കുമ്പോൾ ആരും രക്ഷപ്പെട്ടു പോകുന്നതായി ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ദിവസം കൂടുന്നതിനനുസരിച്ച് ഇവർക്ക് പരസ്പരം സംശയമാവുവാനും തുടങ്ങി. അപ്പോൾ ഇവരെല്ലാവരും കൂടുതൽ ആൾക്കാർ ഒത്തുകൂടുകയും എല്ലാവരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുകയും അടുത്ത ദിവസം വീണ്ടും പോയിട്ട് കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കുകയും അടുത്ത ദിവസം വരുമ്പോൾ വീണ്ടും ആരും രക്ഷപ്പെടാതിരിക്കുകയും ഒക്കെയുള്ള സാഹചര്യം നിലനിൽക്കുന്നു. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. കാണുന്നവരുടെയൊക്കെ കണ്ണുകൾ പച്ച നിറമാണ്, എന്നിട്ടും തങ്ങളുടെ കണ്ണ് പച്ച നിറമാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത്. ഇവരെല്ലാവരും കൂടി ഒരു ദിവസം വൈകുന്നേരം നേരെ കടപ്പുറത്തേക്ക് ചെല്ലുകയും ബോട്ടുകാരനോട് എൻ്റെ കണ്ണ് പച്ചയാണ് എന്ന് പറയുകയും ചെയ്തു. ബോട്ടുകാരൻ നോക്കുമ്പോൾ വന്ന് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും കണ്ണുകൾ പച്ചയാണ്. അയാൾ എല്ലാവരെയും ബോട്ടിൽ കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. ഇതിനകത്തുള്ളതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്യം കൃത്യമായി ആൾക്കാരെങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു, തങ്ങളിലുള്ളതിനെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ ലോജിക്കിനകത്ത് ഉള്ളത്. അവിടെയുള്ള ഓരോ മനുഷ്യരും തങ്ങളുടെ കണ്ണ് പച്ചയല്ല എന്ന് ചിന്തിച്ചിരുന്നത് കൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്. ബാക്കിയുള്ളവരുടെ കണ്ണുകൾ പച്ചയാണെന്ന് അറിയുന്നതും അതേസമയം തങ്ങളുടെയും കണ്ണ് പച്ചയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ സമയമാണ് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി തുറന്നു കൊടുത്തത്.